വീണ്ടും നാണയം നിരോധിക്കുന്നു, നോട്ട് നിരോധിക്കുന്നു, നോട്ടുകളിൽ ചില മാറ്റങ്ങളൊക്കെ വരുന്നു. എന്തൊക്കെയാണ് സംശയകരമായിട്ടുള്ള ചില കാര്യങ്ങളായിട്ടൊക്കെ തോന്നുന്നുണ്ടല്ലേ? അതായത് ഒരു ക്യാഷ്ലെസ് എക്കണോമി എന്നുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ട ഒരു വിഭാവനം ചെയ്ത ഒരു സങ്കല്പമാണ്. അതുതന്നെയാണ് വർത്തമാനകാലത്തിൽ ഒരു നല്ല ഹെൽത്തി ഒരു എക്കണോമിക് സിസ്റ്റത്തിന് അത്യാവശ്യമായി വേണ്ട ഒരു സംഗതിയും അതുതന്നെയാണ്. കാര്യം കറൻസിയുടെ കാലം കഴിഞ്ഞു, ഇനി ഡിജിറ്റലിൻ്റെ കാലമാണ്. അപ്പോൾ അതിലേക്ക് ചുവടുവെക്കുന്ന ഒരു നടപടി കൂടി ഇന്ന് RBI പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് 2 രൂപ, 5 രൂപ, 2000 രൂപ നോട്ടുകളുടെ അച്ചടി ഔദ്യോഗികമായി നിർത്തി. നിരോധിച്ചു എന്നല്ല, അച്ചടി നിർത്തി എന്നുള്ളതാണ്. ഇത് കൈവശം വെക്കുന്നതിനോ ഇത് വിനിമയം ചെയ്യുന്നതിനോ നിലവിൽ നിയമപരമായി യാതൊരു തടസ്സവുമില്ല. നമുക്കിപ്പോൾ നമ്മുടെ കൈവശം 2 രൂപയുടെയോ 5 രൂപയുടെയോ 2000-ൻ്റെയോ നോട്ടുകളുണ്ടെങ്കിൽ ഏതെങ്കിലും അംഗീകൃത ബാങ്കിൽ കൊടുത്താൽ അത് മാറിക്കിട്ടും. പക്ഷേ നമുക്കൊരു കാരണവശാലും ഈ ബാങ്കിൽ ചെന്നിട്ട് 2 രൂപയുടെയോ 5 രൂപയുടെയോ 2000-ൻ്റെയോ നോട്ടോ ആവശ്യപ്പെട്ടാൽ കിട്ടില്ല. പുതിയ കറൻസി നോട്ടുകൾ അച്ചടിച്ചിറക്കേണ്ട എന്നുള്ളതാണ് തീരുമാനം. എന്നാൽ ഈ 500-ൻ്റെ നോട്ട് സംബന്ധിച്ച് ഒരുപാട് കിംവദന്തികൾ പ്രചരിക്കുന്നുണ്ട്. 500-ൻ്റെ നോട്ട് അച്ചടി നിർത്തലാക്കുന്നു എന്നത് സംബന്ധിച്ച്. പക്ഷേ അതൊക്കെ ഊഹാപോഹങ്ങൾ മാത്രമാണെന്നാണ് റിസർവ് ബാങ്ക് പ്രതികരിച്ചിരിക്കുന്നത്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഇത് സ്ഥിരീകരിക്കുന്നുമുണ്ട്. അത്തരത്തിലൊരു പ്രഖ്യാപനവും നയമോ ഉണ്ടെങ്കിൽ അത് ഇതിനോടകം തന്നെ റിസർവ് ബാങ്കിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തണം. എന്നാൽ ഇത് സംബന്ധിച്ച് യാതൊരു ആലോചനയും നടന്നിട്ടില്ല എന്നും പറയുന്നു. അപ്പോൾ 500 നോട്ടുകളെ സംബന്ധിച്ച് തൽക്കാലം ആശങ്ക വേണ്ട. 2000 നോട്ടുകൾ കൈവശം വെച്ചിട്ടുള്ളവർ എത്രയും വേഗം ബാങ്കിൽ കൊടുത്ത് അത് മറ്റ് കറൻസികളായിട്ട് മാറ്റുന്നതായിരിക്കും ഉചിതം. നിലവിൽ അതിൻ്റെ അച്ചടി നിർത്തലാക്കിയെന്നുള്ളൂ, അത് കൈവശം വെക്കുന്നതിന് നിയമപരമായ തടസ്സമില്ല. ഇനി എന്തുകൊണ്ട് ഇത്തരം ഒരു കാര്യത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. 2000 നോട്ടിൻ്റെ അച്ചടി കഴിഞ്ഞ വർഷം ആണ് അതിൻ്റെ അച്ചടി നിർത്തലാക്കാനുള്ള നടപടികൾ തുടങ്ങിയത്. അത് ഈ മാർച്ചോടുകൂടി അത് പൂർണ്ണമാക്കുകയും ചെയ്തു, ആ നടപടികൾ പൂർണ്ണമാക്കുകയും ചെയ്തു. ഇതിൻ്റെ കാരണം ഈ 2000 നോട്ടുകളുടെ വ്യാജ നോട്ടുകൾ കണ്ടമാനം പ്രചരിക്കുന്നു. അതുമാത്രമല്ല, ഈ 2000 നോട്ടിൻ്റെ ആ മൂല്യം അത് വല്ലാണ്ട് കുറയുന്നതായിട്ടും കാണുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് 500-ൻ്റെ നോട്ട് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ മൂല്യം 86% മാത്രമാണ്. ഏതാണ്ട് 400 രൂപ ചില്ലറ മാത്രമേ ഉള്ളൂ അതിൻ്റെ യഥാർത്ഥ മൂല്യം. ഇപ്പോൾ 2000-ൻ്റെ നോട്ടാകുമ്പോൾ കുറച്ചുകൂടി അതിൻ്റെ മൂല്യം ഇടിയുന്നൊരവസ്ഥയും കൂടിയുണ്ട്. അപ്പോൾ ഇത് കണക്കാക്കി ഈ 2 പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ് ഹൈ വാല്യൂ ഡിനോമിനേഷൻ നോട്ടുകൾ, അതായത് 1000-ൻ്റെ ആയാലും ശരി 2000-ൻ്റെ ആയാലും നോട്ടുകൾ അത് അത്തരം ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളത് കൊണ്ടാണ് 2000-ൻ്റെ നോട്ടുകൾ പിൻവലിച്ചത്. പിന്നെ റിസർവ് ബാങ്കിൻ്റെ ഒരു കണക്ക് പ്രകാരം 10 രൂപ, 20 രൂപ, 2000 രൂപയുടെ കള്ളനോട്ടുകളുടെ പ്രചാരം വല്ലാണ്ട് കുറഞ്ഞിട്ടുണ്ട്. കാര്യം ഈ 10 രൂപ 20 ചെറിയ നോട്ടായതുകൊണ്ട് അതിൻ്റെ കള്ളനോട്ട് അടിച്ചിട്ട് വലിയ കാര്യമില്ലാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെ ചിന്തിച്ചത്. പക്ഷേ 2000-ൻ്റെ നോട്ടുകൾ ഇപ്പോൾ റിസർവ് ബാങ്ക് അതിൻ്റെ അച്ചടി ഏതാണ്ട് നിർത്തലാക്കിയുള്ളത് കൊണ്ട്, അതിൻ്റെ വിനിമയം കുറവായതുകൊണ്ട് അതിൻ്റെ കള്ളനോട്ടുകളുടെ പ്രചാരവും കുറഞ്ഞു. പക്ഷേ 200, 500 നോട്ടുകളുടെ കള്ളനോട്ട് കണ്ടമാനം ഇപ്പോഴും വരുന്നുണ്ട്. അതിനെക്കുറിച്ച് റിസർവ് ബാങ്ക് അതിന് എന്താണ് പ്രതിവിധി എന്നുള്ളത് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രതിവിധി എന്ന നിലയിലാണ് ഈ ഫിസിക്കൽ ഫോമിലുള്ള നമ്മുടെ കൺമുമ്പിൽ കാണാവുന്ന തരത്തിലുള്ള നോട്ടുകൾക്ക് പകരം ഡിജിറ്റൽ കറൻസി എന്ന കൺസെപ്റ്റിലേക്ക് പോകുന്നത്. അതായത് നമ്മുടെ നിക്ഷേപങ്ങൾ ബാങ്കിൽ പണമായി സൂക്ഷിക്കുന്നത്, ആ പണം നമ്മുടെ കൈവശമില്ലാതെ തന്നെ ഡിജിറ്റലി ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. നമ്മൾ UPI ട്രാൻസാക്ഷനൊക്കെ അതിൻ്റെ ഒരു രീതിയാണ്. നമ്മുടെ കറൻസി ഒരാൾക്ക് മറ്റൊരാൾക്ക് കൈമാറുന്നതിന് തുല്യമായി ഡിജിറ്റലി ട്രാൻസ്ഫർ ചെയ്യുക. ആ ഡിജിറ്റൽ കറൻസിയുടെ വിനിമയം കഴിഞ്ഞ സാമ്പത്തിക വർഷം 334% വർദ്ധിച്ചു എന്നാണ്. 1-2 മടങ്ങല്ല, 334% വർദ്ധിച്ചു എന്നുള്ളതാണ് റിസർവ് ബാങ്കിൻ്റെ കണക്ക്. അപ്പോൾ ഈ രീതിയിൽ ഈ കാര്യം മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ ഈ ക്യാഷ്ലെസ് എക്കണോമിയിലോട്ട് കുറേ കൂടി അടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ ഈ എന്തുകൊണ്ട് ഈ നോട്ടുകൾ പിൻവലിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ലളിതമായ ഒരു ഉത്തരമുണ്ട്. അതായത് ഈ നോട്ടുകൾ അച്ചടിക്കുന്നതിന് 500 രൂപയുടെ നോട്ടാണെങ്കിലും ശരി 2000 രൂപയുടെ നോട്ടാണെങ്കിലും അതിന് പണച്ചെലവുണ്ട്. ഒരു 500 രൂപയുടെ നോട്ട് അച്ചടിക്കുന്നതിന് ഏകദേശം 2 രൂപ 93 പൈസയും ഒരു 2000 രൂപയുടെ നോട്ട് അടിക്കുന്നതിന് 3 രൂപ 54 പൈസയുമാണ് ചിലവ്. എന്നാൽ താരതമ്യേന കോയിനുകൾ നമുക്ക് എത്ര തവണ ഉപയോഗിച്ചാലും അതിന് നാശം ഒന്നും സംഭവിക്കില്ല. പക്ഷേ കറൻസിയുടെ കാര്യം അങ്ങനെയല്ല. നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അതിന് കേടുപാടുകൾ സംഭവിക്കാം, കീറാം, എന്തെങ്കിലും സംഭവിച്ചാലും ഈ സാധനം ബാങ്കിൽ കൊടുത്താൽ അതിന് തുല്യമായ കറൻസി മടക്കി കൊടുക്കേണ്ടി വരും. എന്നാൽ കോയിനുകളെ സംബന്ധിച്ച് ആ ഒരു പ്രശ്നം താരതമ്യേന കുറവാണ്, അതിന് കേടുപാടുകൾ സംഭവിക്കില്ല. അപ്പോൾ റിസർവ് ബാങ്കിനെ സംബന്ധിച്ച് ഇത് അച്ചടിക്കുന്ന ചെലവിന് പുറമേ
ഇത് മാറ്റിക്കൊടുക്കേണ്ട അധിക ബാധ്യതയും കൂടി വരുന്നു. അതുകൊണ്ടാണ് ഈ ക്യാഷ്ലെസ് എന്ന സങ്കല്പത്തിലേക്ക് പോകുന്നത്. ഈ കറൻസി പരമാവധി ഒഴിവാക്കുക, പകരം കോയിനും ഡിജിറ്റൽ കറൻസിയും. ഇപ്പോൾ വലിയ നോട്ടുകൾക്ക് പകരം കോയിനുകൾ എന്നത് നമ്മുടെ ആലോചനയിലില്ല, പകരം അത് ഡിജിറ്റൽ കറൻസിയിലേക്കായിരിക്കും പോവുക. എന്നാൽ ചെറിയ നോട്ടുകൾ എന്നുള്ളത് പൂർണ്ണമായും ഭാവിയിൽ ഇപ്പോൾ 2 രൂപയുടെയും 5 രൂപയുടെയും നോട്ടുകളാണ്, കറൻസി നോട്ടുകളാണ് പിൻവലിച്ചത്. അതിൻ്റെ കോയിനുണ്ട്. നിലവിൽ നമുക്ക് 10 രൂപ, 5 രൂപ, 20 രൂപ കോയിനുകളാണുള്ളത്. ഈ കോയിനുകളുടെ വിനിമയം ഏകദേശം 3.6% വർധനമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ മൊത്തം വിനിമയം ചെയ്യുന്ന കോയിനുകളിൽ 1 രൂപ, 2 രൂപ, 5 രൂപ കോയിനുകൾ ഏതാണ്ട് 81.6% വിനിമയം നടക്കുന്നു എന്നുള്ളതാണ് RBIയുടെ കണക്കുകൂട്ടൽ. അപ്പോൾ ഇത്തരത്തിലൊരു പ്രഖ്യാപനം വന്ന സാഹചര്യം കൂടി നോക്കണം. അതായത് ഈ കറൻസി അച്ചടി നിർത്തുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം പ്രഖ്യാപിക്കുന്നത് നമ്മുടെ ഫിസ്ക്കൽ പോളിസി പ്രഖ്യാപിക്കുന്ന തീയതിക്ക് തൊട്ട് മുൻപാണ്. അടുത്ത ദിവസം തന്നെ ഇന്ത്യയുടെ റിപ്പോ നിരക്ക് അത് സംബന്ധിച്ചുള്ളൊരു പുനരാലോചന RBI നടത്തുന്നുണ്ട്. കാരണം അമേരിക്കയുമായിട്ടുള്ള വ്യാപാര പ്രശ്നങ്ങളും അമേരിക്കയുടെ ടാക്സ് സിസ്റ്റം ഉണ്ടാക്കിയ പ്രശ്നങ്ങളും മൂലം വ്യാപാര രംഗത്തൊരു മാന്ദ്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ പരിഹരിക്കുന്ന തരത്തിൽ റിപ്പോ നിരക്കിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ ആ കാര്യം പരിഗണിക്കാനായിട്ട് റിസർവ് ബാങ്ക് അടുത്ത ദിവസം യോഗം ചേരുന്നതിന് തൊട്ട് മുമ്പാണ് ഈ നോട്ടുകളുടെ കാര്യത്തിലും ഔദ്യോഗികമായി ഇപ്പോൾ ഒരു പ്രഖ്യാപനം വന്നത്. നിലവിൽ 2 രൂപ, 5 രൂപ, 2000 നോട്ടുകളുടെ അച്ചടിയാണ് പൂർണ്ണമായും നിർത്തലാക്കുന്നത്. അപ്പോൾ ഈ നിർത്തലാക്കിയ നോട്ടുകളൊക്കെ സ്വാഭാവികമായും നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ കൗണ്ടറുകളിൽ മടങ്ങിയെത്തുമല്ലോ. അത് എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായി ഉണ്ടാകും. അത് സാധാരണഗതിയിൽ അത് നശിപ്പിച്ച് കളയുകയാണ് പതിവ്. ഒരു പക്ഷേ ഇത് മറ്റേതെങ്കിലും തരത്തിൽ റീയൂസ് ചെയ്യാനായിട്ടാണ് തീരുമാനമെങ്കിൽ ഏതെങ്കിലും കരകൗശല വസ്തുക്കളുടെ രൂപത്തിലോ ഏതെങ്കിലും ഹാർഡ് ബോർഡുകളുടെ രൂപത്തിലോ ഈ കറൻസി നോട്ടുകൾ മാറാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ ഇങ്ങനെയൊരു നടപടി എന്തായാലും എടുക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 500 രൂപ നോട്ടുകൾ കൂടി നിരോധിക്കുന്നു എന്നല്ല, പകരം അതിൻ്റെ വിനിമയം നിർത്തുന്നു. അതായത് ബാങ്കിലേക്ക് പോകുന്നതിനെ വീണ്ടും പിടിച്ചു വയ്ക്കും. ഇവിടെ ഈ പറയുന്ന നമ്മുടെ 100 രൂപ, 200 രൂപ നോട്ടുകൾ ATMകളിൽ ഫില്ല് ചെയ്യാനായിട്ട് ഒരു സർക്കുലറും RBI ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ 500 രൂപയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്നൊരു ലക്ഷ്യം കൂടിയില്ലേ? ഉറപ്പായിട്ടും. കാരണം ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ, കള്ളപ്പണം, ഇതിൻ്റെ ഇടപാടുകൾക്ക് അവർക്ക് കൊണ്ടുപോകാൻ സൗകര്യം ഹൈ വാല്യൂ ഉള്ള നോട്ടുകളാണ്. ഈ 2000 രൂപയുടെ നോട്ടുകൾ എന്തുകൊണ്ട് പിൻവലിച്ചു എന്നുള്ളതിൻ്റെ പ്രധാന കാരണവും അതാണ്. കാരണം പെട്ടെന്ന് ഇപ്പോൾ ഡിജിറ്റൽ കറൻസി ആണെങ്കിൽ സ്വാഭാവികമായും അത് ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ പ്ലാറ്റ്ഫോമിനെ ആശ്രയിക്കേണ്ടി വരും. എന്നാൽ ഇപ്പോൾ ബാങ്ക് ട്രാൻസാക്ഷൻ ആണെങ്കിലും സ്വാഭാവികമായി അങ്ങനെ അതിന് രേഖകളുണ്ടാവും. അപ്പോൾ ഇത്തരം അനധികൃത കൈമാറ്റങ്ങൾക്കെല്ലാം പണമായിട്ട് തന്നെ കൊണ്ടെത്തിക്കേണ്ടി വരും. അപ്പോൾ അതിന് സൗകര്യപ്രദമായ മാർഗം എന്ന് പറയുന്നത് ഈ പറയുന്ന വലിയ ഡിനോമിനേഷൻ്റെ നോട്ടുകളാണ്. അത് മാത്രമല്ല, ഒരാളെ ചതിക്കുന്നതിന് 10 രൂപ കൊടുത്ത് ചതിക്കുന്നതാണോ 2000 രൂപ കൊടുത്ത് ചതിക്കുന്നതാണോ കള്ളനോട്ട് നടത്തുന്നയാൾക്ക് സൗകര്യം എന്ന് ചോദിച്ചാൽ അയാൾ 2000 നോട്ടിലെ കരുതുള്ളൂ. അപ്പോൾ അത്തരത്തിലൊരു ചിന്തയിൽ നിന്നാണ് ഈ വലിയ മൂല്യമുള്ള നോട്ടുകൾ പിൻവലിക്കാൻ തീരുമാനമായത്. അപ്പോൾ 2000-ൻ്റെ നോട്ട് പിൻവലിക്കുന്നു, പിന്നെ നേരത്തെ തന്നെ 1000-ൻ്റെ നോട്ടുകൾ പിൻവലിക്കുന്നു, പിന്നെ ഉള്ള ഏറ്റവും വലിയ മൂല്യമുള്ള നോട്ട് 500-ൻ്റെയാണ്. സ്വാഭാവികമായും ഈ 500-ൻ്റെ നോട്ടുകളുടെ പേരിൽ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഇടപാടുകൾ ധാരാളമായി നടക്കുന്നുണ്ട്. അതിന് ഒരു പരിധിക്കപ്പുറം നിയന്ത്രിക്കാൻ നിലവിലെ സംവിധാനങ്ങൾ കൊണ്ട് സാധിക്കുന്നുമില്ല. പരമാവധി ഇത്തരം കറൻസികളുടെ പരിശോധനകൾ കർശനമാക്കുക, നമ്മൾ അതിനെക്കുറിച്ച് ജാഗ്രത പാലിക്കുന്നതിനപ്പുറം വേറെ നിവൃത്തിയില്ല എന്നുള്ളതാണ് കാര്യം. പിന്നെ ചെയ്യാവുന്ന സംഗതി പണം ഡിജിറ്റലായി സൂക്ഷിക്കുക, ഇടപാടുകൾ ബാങ്ക് ട്രാൻസാക്ഷൻ വഴി നടത്തുക. നിലവിലെ കണക്കുകൾ പ്രകാരം 40.9% 500 നോട്ടിൻ്റെ ഇടപാടുകൾ നടക്കുന്നത്. അതായത് മൊത്തം ഇടപാടുകളിൽ ഏതാണ്ട് പകുതിയോളം ഈ 500 രൂപയുടെ വിനിമയമാണ് നടക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം ATMകളിൽ നിന്ന് കിട്ടുന്നത് ഭൂരിഭാഗവും ഈ പറയുന്ന 500-ൻ്റെ നോട്ടുകളാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് ഇതിൻ്റെ മൂല്യത്തെയും ബാധിക്കുന്നു. നമ്മൾ ഇപ്പോൾ ചെറിയ കാര്യത്തിന് വേണ്ടി പണം മുടക്കേണ്ട സ്ഥാനത്ത് നേരെ 500 രൂപ എടുത്ത് മുടക്കുമ്പോഴാണ് നമുക്കതിന് മൂല്യമില്ലാണ്ടാകുന്നത്. ഉദാഹരണം, നമുക്ക് ഒരു ദിവസം 200 രൂപ ചിലവാക്കേണ്ട സ്ഥാനത്ത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന 500-ൻ്റെ നോട്ടാണെങ്കിൽ നമ്മൾ അമിതമായി വ്യയം ചെയ്യും. സ്വാഭാവികമായിട്ട് നമുക്കൊരു ടെൻഡൻസി ഉണ്ടാകും കൂടുതൽ പണം ചെലവഴിക്കാനായി. അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ 500 രൂപയുടെ മൂല്യം ഇടിഞ്ഞ് ഇപ്പം 86%-ഓളമാണ് 500-ൻ്റെ മൂല്യമായി കണക്കാക്കുന്നത്. 86% എന്ന് പറയുമ്പോൾ ഏതാണ്ട് 400 രൂപയ്ക്ക് അടുത്ത് മാത്രമേ യഥാർത്ഥത്തിൽ 500 രൂപയുടെ നോട്ടിന് മൂല്യമുള്ളൂ. അപ്പോൾ ഇത്തരം ചില ചിന്തകളിൽ നിന്നാണ് 500-ൻ്റെ നോട്ട് പിൻവലിക്കാൻ നടപടി ഉണ്ടാകുന്ന തരത്തിൽ പ്രചരണങ്ങൾ ഉണ്ടായത്. എന്നാൽ നിലവിൽ അത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണമില്ല.
പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ, ഇത് വ്യാജ പ്രചരണമാണോ എന്നുള്ള ചോദ്യങ്ങൾക്ക് അവരും കൃത്യമായി ഉത്തരം പറയുന്നുണ്ട്. അത്തരത്തിൽ നീക്കങ്ങൾ ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് റിസർവ് ബാങ്ക് ഔദ്യോഗികമായി അറിയിക്കും. അത്തരത്തിലൊരു വിവരമില്ല എന്നാണ് അവർ പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.